എന്തായാലും ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. റെഡ്മി നോട്ട് 5 നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള MIയുടെ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ബോക്സ് ഞാനിങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. നോക്കുക, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. സൂക്ഷിച്ച് വേണം ഓപ്പൺ ചെയ്യാനായിട്ട്, ഫോൺ താഴെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഫോൺ ആയിരിക്കുമല്ലേ കാണുന്നത്, എന്തോ ഒരു ബോക്സ് പോലെ നമുക്ക് തരുന്നുണ്ട്. ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. നമുക്ക് ഈ സൈഡിലേക്ക് എന്തായാലും മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് കിട്ടുന്ന നമ്മുടെ റെഡ്മി നോട്ട് 5 തന്നെയാണ്. വളരെ കെയർഫുള്ളായിട്ട് ഇതുപോലെ എടുക്കുക. നമ്മുടെ ഫോൺ തന്നെയാണ്, വേറെ മറ്റൊന്നുമല്ല. നോക്കുക, വളരെ നല്ലൊരു ഡിസൈനാണ്. ബ്ലാക്ക് കളർ വേരിയൻ്റ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്, കാരണം എനിക്ക് ബ്ലാക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് ഞാൻ വാങ്ങിയത്. അതിനുശേഷം നമുക്ക് ഫോണ് താഴോട്ട് മാറ്റി വെക്കാം സൈഡിലോട്ട്. ഇനി ഈ ബോക്സിനകത്ത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇനി ഇതിൻ്റെ അകത്ത് റെഡ്മിയുടെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് വരുന്നുണ്ട്. ഇത് വായിച്ച് നോക്കണമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ വായിച്ച് നോക്കാം. ഞാൻ വായിച്ച് നോക്കിയിട്ടില്ല, ഞാനിത് സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. പിന്നെ നമുക്ക് റെഡ്മിയുടെ ഒരു വാറണ്ടി കാർഡ് ലഭിക്കും. ഈ കാർഡ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ഇത് ഇന്ത്യ ഒട്ടാകെ വാല്യുബിൾ ആണ്. ഇത് നിങ്ങൾക്ക് ഫോൺ ഭാവിയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ ഈ വാറണ്ടി കാർഡ് നിങ്ങൾക്ക് ഉപകരിക്കും. അവർ ഫോണിൻ്റെ റീപ്ലേസ്മെൻറ്റ് വരെ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ഏതായാലും സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു സിം ഇജക്ടർ പിന്ന് കിട്ടും. എല്ലാ ഫോണിലെ പോലെ ഒരു സിം ഇജക്ടർ പിന്ന് കിട്ടും. വേറെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്തുണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ചാർജർ ആയിരിക്കും മിക്കവാറും. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അതെ, ഇവിടെ ചാർജറാണ് നമുക്ക് ലഭിക്കുന്നത്. നോക്കുക, ഇതിൻ്റെ കൂടെ നമുക്കൊരു കേബിൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചാർജിങ് അഡാപ്റ്റർ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. മറ്റ് കാര്യങ്ങളൊന്നും ഈ ബോക്സിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഈ ബോക്സ് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഒരു കേസ് പോലെ സാധനം കിട്ടിയായിരുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു സിലിക്കൺ കേസ് കിട്ടുന്നുണ്ട്. കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു കേസ് ഉണ്ട്. നോക്കുക, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള കേസാണ്. അത്യാവശ്യമുള്ള ഒരു പ്രൊട്ടക്ഷനൊക്കെ ഈ കേസിൽ നിന്ന് നമുക്ക് ലഭിക്കും. പക്ഷേ നമ്മുടെ ഇന്ന് വലുതായിട്ടൊക്കെ താഴെ പോയാൽ ഇത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങളൊരു ബമ്പർ കേസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് അത്യാവശ്യം പ്രൊട്ടക്ഷനൊക്കെ നൽകുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള കേസാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് അഡാപ്റ്റർ, ഇത് ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ അല്ല, പക്ഷേ ഫോൺ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ അല്ല. നിങ്ങൾ ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഫോൺ ഫാസ്റ്റ് ചാർജ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒരു കേബിൾ നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ഫോണിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം. നമുക്ക് ഫോൺ ഒന്ന് എടുത്ത് നോക്കാം. നമുക്ക് ഫോണിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. നമുക്കിവിടെ താഴെ ഒരു മൈക്രോ USB പോർട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്പീക്കർ യൂണിറ്റുകൾ. ഇതിൻ്റെ അകത്ത് ഒരു സ്പീക്കറേ വർക്ക് ചെയ്യുന്നുള്ളൂ. മറ്റൊരു ഡിസൈൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ ഡിസൈൻ ആണെന്ന് തോന്നുന്നത്. പിന്നെ ഒരു മൈക്ക് ഇൻപുട്ട് ഇവിടെ ലഭിക്കും നമുക്ക്, സാധാരണ ഫോണുകളിലെ പോലെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ മേളിലേക്ക് പോവുകയാണെങ്കിൽ മേളിൽ നമുക്ക് ഒരു 3.5 mm ഓഡിയോ ജാക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. വേറൊരു എക്സ്ട്രാ മൈക്ക്, വേറൊരു മൈക്കും കൂടെ ഇവിടെ ലഭിക്കുന്നതാണ്. ഇത് നോയിസ് ക്യാൻസലേഷന് വേണ്ടിയുള്ള മൈക്കാണ്. അതുപോലെ തന്നെ IR ബ്ലാസ്റ്ററും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ TVയും അതുപോലെ തന്നെ DVD പ്ലെയറൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും MI റിമോട്ട് എന്ന ആപ്ലിക്കേഷനിലൂടെ. ആപ്ലിക്കേഷൻ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾഡ് ആണ്. നമ്മൾ ഇനി വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ പവർ ബട്ടൺ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വോളിയം റോക്കർ കീസ് കാണാൻ സാധിക്കും ഇവിടെ. അതുപോലെ തന്നെ അപ്പുറത്തെ വശത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് സിം ട്രേ കാണാൻ സാധിക്കും. ഒരു ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് MI ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ MIയുടെ ഒരു ബ്രാൻഡിങ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് വളരെ നല്ല ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഈ ഫോണിൻ്റെ ഒപ്പം നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 12 MBയുടെ ഒരു പ്രൈമറി ക്യാമറ. വളരെ മികച്ചതെന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന ക്യാമറയാണ്. അതുപോലെ തന്നെ ഒരു ഡ്യുവൽ LED ഫ്ലാഷ് ഉണ്ട്. വളരെ നല്ലൊരു പ്രകാശം നൽകുന്ന ഒരു ഡ്യുവൽ LED ഫ്ലാഷ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ 5 MBയുടെ ആണ്. അതിനോടൊപ്പം തന്നെ ഒരു LED ഫ്ലാഷും MI കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇയർ പീസും നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ സെൻസറുകളും ഇതിൻ്റെ മുകളിൽ ലഭിക്കും. ഇതിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ്. 18:9 റേഷ്യോയിലാണ് ഈ ഡിസ്പ്ലേ നിർമ്മിച്ചിരിക്കുന്നത്. പുതിയ തലമുറയിൽ വരുന്ന ഈ 2018 ഇറങ്ങിയ എല്ലാ ഫോണുകളും 18:9 ഡിസ്പ്ലേ ആസ്പെക്ട് റേഷ്യോയിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗെയിമിങ്ങിന് വേണ്ടിയൊക്കെ നിങ്ങൾ ഫോൺ എടുക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. ഈ വലിയ ഡിസ്പ്ലേയിലൂടെ നിങ്ങൾ ഗെയിം കളിക്കുമ്പോഴത്തേക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോക്കുക, ഞാനിവിടെ കൈ വെക്കുമ്പോൾ അന്നേരം തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് OnePlus 5T എന്ന് പറയുന്ന മോഡൽ ആ ഫോൺ ഞാൻ വാങ്ങിയായിരുന്നു. ആ ഫോണിൽ പോലെ തന്നെയുള്ള വളരെ ഫാസ്റ്റും റിലയബിളും വളരെ പെർഫെക്റ്റുമായിട്ടുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബാക്കി നമ്മളുടെ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ Snapdragon 625 ചിപ്സെറ്റാണ് ഇതിന്
കരുത്ത് നൽകുന്നത്. അതുപോലെ തന്നെ അതിനൊപ്പം 4GB RAM ഇതിൽ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ബാറ്ററിയെ കുറിച്ച് പറയാം. ബാറ്ററി, ഈ ഫോണിന്റെ ബാറ്ററി ആണ് ഏറ്റവും മികച്ച ആസ്പെക്ട്. ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ബാറ്ററിയാണ്. 4000 mAh ബാറ്ററി വരെ ഈ ഫോൺ നമുക്ക് നൽകും. എന്തായാലും ഒരു 2 ദിവസത്തെ ബാറ്ററി ഇതിൽ എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഹെവി യൂസറാണ്. ഞാൻ നല്ല ഹൈ ഗ്രാഫിക്സ് ഗെയിം ഒക്കെ ഇതിനെ കളിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കാണുന്ന വ്യക്തിയാണ് ഞാൻ. ഏകദേശം 2 ദിവസത്തോളം എങ്ങനെ പോയാലും ഇതിന്റെ ബാറ്ററി ലഭിക്കുന്നതാണ്. ഞാനിത് ഉപയോഗിച്ച ശേഷം മാത്രമാണ് ഇതിന്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് തരുന്നത്. 4000 mAh ബാറ്ററി, ഒരു ബാറ്ററി ഉള്ള നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ എടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ Redmi Note 5 എന്ന ഫോൺ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. നമുക്കിതിന്റെ ക്യാമറയുടെ ഒരു ഓവർവ്യൂ നോക്കാം. നോക്കുക, ഇതാണ് ഫ്രണ്ട് ഫേസിങ് ക്യാമറയാണ്. നോക്കൂ, ഇവിടെ ഇപ്പം ഞാൻ പ്രൈമറി ക്യാമറ എടുത്തിട്ടുണ്ട്. പ്രൈമറി ക്യാമറ 12 MB ആണ്. ക്യാമറ ഇന്റർഫേസ് വളരെ സിമ്പിളാണ്. മുകളിൽ നമുക്ക് HDR ലഭിക്കും. അതുപോലെ തന്നെ ഫ്ലാഷ് ഉപയോഗിക്കാനുള്ള ഓപ്ഷന് വളരെ മികച്ചതെന്ന് പറഞ്ഞില്ലെങ്കിലും അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി കിട്ടുന്ന ക്യാമറയാണ്. അതുപോലെ തന്നെ ഇവിടെ താഴെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് പനോരമ, ടൈമർ, അതുപോലെ തന്നെ ബ്യൂട്ടിഫൈ, സ്ട്രൈറ്റൺ, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് നമുക്ക് ലഭിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഇന്റർഫേസ് ആണ്. ഏതൊരു യൂസർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള. ഇതിൻ്റെ അകത്ത് എടുത്ത കുറച്ച് സാമ്പിൾസ് ഞാൻ ഈ വീഡിയോടൊപ്പം വെക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡിംഗ് ഇതിൻ്റെ അകത്ത് ലഭിക്കും. അപ് ടു 4K റെസൊല്യൂഷൻ വരെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ വീഡിയോയ്ക്കകത്ത് അധികം ഓപ്ഷൻസ് ഒന്നുമില്ല. സ്ലോ മോഷനും ടൈം ലാപ്സും എന്ന് പറയുന്ന 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഫ്രണ്ട് ഫേസിങ് ക്യാമറ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നോക്കൂ, അത് കാണാൻ സാധിക്കും. ഫ്രണ്ട് ഫേസിങ് ക്യാമറ അത്ര മോശമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 5 MBയുടെ സെൻസർ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഈ ഫ്രണ്ട് ഫേസിങ് ക്യാമറ നൽകുന്നുണ്ട്. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു LED ഫ്ലാഷ് നമുക്ക് Xiaomi തരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു ഫ്ലാഷ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ബട്ട് എനിക്കതിൻ്റെ ഒരു ഉപയോഗം വന്നിട്ടില്ല ഫ്രണ്ട് ഫേസിങ് ഫ്ലാഷിൻ്റെ. എന്തായാലും നല്ല ഒരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ഷട്ടർ സ്പീഡും ഇതിന് ലഭിക്കുന്നുണ്ട്. നോക്കുക, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൂം ചെയ്യുമ്പോഴും വലിയ രീതിയിൽ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 625ന്റെ ചിപ്സെറ്റ് ആയതുകൊണ്ട് ഒക്ടാ കോർ പ്രോസസർ ആയതുകൊണ്ട് വളരെ നല്ല മികച്ച ഒരു പെർഫോമൻസ് ആണ് എനിക്ക് ലഭിക്കുന്നത്. ആപ്ലിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്ക് വളരെ നല്ലൊരു സ്പീഡ് എനിക്ക് ലഭിക്കുന്നുണ്ട്. നോക്കുക, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ആപ്ലിക്കേഷൻസ് എല്ലാം ലോഡ് ആകുന്നത്. വളരെ നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ ഒരുപാട് ആസ്ഫാൾട്ട് 8 എന്ന് പറഞ്ഞ ഗെയിം ഞാൻ കളിച്ചിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ള ഗെയിമിംഗ് പെർഫോമൻസ് ഈ ഫോൺ നൽകുന്നുണ്ട്. വളരെ ഫാസ്റ്റാണ്. 4GB റാമേ ഉള്ളെങ്കിലും വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഫോൺ നമുക്ക് നൽകുന്നത്. 625 പ്രോസസർ, Redmi Note 5ലുള്ള സ്നാപ്ഡ്രാഗൺ 625 പ്രോസസർ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എങ്കിലും Redmi MIUI 9.2ൽ വളരെ ഇമ്പ്രൂവ്മെന്റ് വരുത്തിയതുകൊണ്ട് നല്ല സോഫ്റ്റ്വെയറിലും അതുപോലെ തന്നെ എല്ലാം റൺ ചെയ്യാൻ സാധിക്കും. ഈ MIUI 9ൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഈ ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. 4GB റാമിലൂടെ തന്നെ. ഇത് 2 വേരിയന്റിലാണ് ഉള്ളത്. 32GB 3GB എന്ന് പറയുന്നൊരു വേരിയന്റും 64GB 4GB എന്ന് പറയുന്ന വേരിയന്റും. ഇത് എൻ്റെ ഇരിക്കുന്ന ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലായ 64GB 4GB എന്ന മോഡലാണ്. ഇത് നിങ്ങൾക്ക് 10,000 രൂപയിൽ താഴെ അല്ലെങ്കിൽ 11,000 രൂപയിൽ ഉള്ള ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ, നല്ല ബാറ്ററി കപ്പാസിറ്റിയും നല്ല പെർഫോമൻസും ഉള്ളൊരു ഫോണ് നിങ്ങൾക്ക് വേണമെങ്കിൽ Redmi Note 5 എന്ന ഫോൺ നിങ്ങൾക്ക് പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് റെഡ്മി എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു റെഡ്മി യൂസർ ആകുന്നതെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൻ്റെ വില ഏകദേശം 11,000 രൂപയോളം വരുന്നതാണ്. ടോപ്പ് എൻഡ് മോഡലാണ്. നിങ്ങൾക്ക് 32GB വരുന്ന മതിയെങ്കിൽ 9,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഫോൺ ലഭിക്കുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ചെന്ന് ഫോൺ വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഫോണിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്കിലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനിയും എന്തെങ്കിലും ഇതിൻ്റെ റിവ്യൂകൾ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.